ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്റ്റേഡിയത്തിനായി വാങ്ങിയ സ്ഥലത്തിന് സമീപം 1 വർഷം മുൻപ് 5 ലക്ഷം രൂപ ചെലവഴിച്ച് കഴിഞ്ഞ ഭരണസമിതി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് LDF നേതാക്കൾ സന്ദർശിച്ചു. ഉപയോഗിക്കാതെ കിടക്കുന്ന ഈ റോഡ് നിലവിൽ കാട് പിടിച്ച വന്യജീവികളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണ്. ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്റ്റേഡിയത്തിനായി വാങ്ങിയ സ്ഥലത്തിന് സമീപം 1 വർഷം മുൻപ് 5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് LDF നേതാക്കൾ സന്ദർശിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ റോഡ് പണിതത്. സന്ദർശന വേളയിൽ ഈ റോഡിലൂടെ ഒരു മനുഷ്യർ പോലും നടന്നു പോവുകയോ വാഹനങ്ങൾ കടന്നു പോവുകയോ ചെയ്യുന്നില്ലെന്നും ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത പാതയാണിതെന്നും നേതാക്കൾ വിലയിരുത്തി. സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി വാങ്ങിയ സ്ഥലത്തിന്റെ അരികിലൂടെയുള്ള ഒരു കോൺക്രീറ്റ് റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉളിക്കലിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PC ഷാജിയുടെ വാർഡിൽ 5 ലക്ഷം രൂപ മുടക്കി ഒരു കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചു എന്നുള്ള കാര്യം. ഈ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത് ഈ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജനങ്ങൾക്ക്, പ്രദേശവാസികൾക്ക് ഉപകാരപ്രദമായ ഒരു സ്ഥലത്തുകൂടി ആയിരുന്നില്ല. അന്ന് ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, പഞ്ചായത്തിന് അഴിമതി നടത്താനുള്ള ഒരു സ്ഥലം ചെറിയ പൈസക്ക്, എന്നാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ പൈസ കാണിച്ച് വിൽപ്പന നടത്തിയ ഒരു വ്യക്തിക്ക് പ്രത്യുപകാരമായി ചെയ്തു കൊടുത്ത ഒരു റോഡ് കോൺക്രീറ്റിംഗ് ആയിരുന്നു ഈ 5 ലക്ഷം രൂപയുടെ കോൺക്രീറ്റ്. അന്ന് ഉളിക്കൽ പഞ്ചായത്തിലെ പല പ്രദേശത്തും റോഡുകളുടെ ശോച്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു അന്യായം നമ്മുടെ നാട്ടിൽ നടന്നത്. ഈ റോഡിൽ നമ്മൾ ഇന്ന് ആ ഇലക്ഷൻ കഴിഞ്ഞ് ഈ റോഡ് കോൺക്രീറ്റ് കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞ് നമ്മളിവിടെ വന്നു നോക്കിയാലാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതിലൂടെ ഒരാൾ പോലും കാൽനടയായി പോലും സഞ്ചരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാട് പിടിച്ച് ഇപ്പോൾ വന്യജീവികൾ വിഹരിക്കുന്ന, അതുപോലെ ചില സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി ഈ റോഡും പരിസര പ്രദേശവും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഉളിക്കൽ പഞ്ചായത്ത് ഇങ്ങനെയൊരു പണം ചെലവഴിച്ചത് എന്നത് ഇന്ന് ഇവിടെ വന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയും. അതിൽ കോൺഗ്രസിന്റെയും ചില UDF നേതാക്കന്മാർ നടത്തിയ അഴിമതിയുടെ കഥ ഈ റോഡിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിർമ്മാണം കഴിഞ്ഞ് 1 വർഷം തികയുമ്പോഴും ഉപയോഗിക്കാതെ കിടക്കുന്ന ഈ റോഡ് നിലവിൽ കാടും പായലും പിടിച്ച വന്യജീവികളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണ്.